ശരീരത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള 5 എളുപ്പവഴികൾ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിലെ 90 മുതൽ 95% വരെ രോഗങ്ങൾക്കും കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ദിവസവും പുറമേ നിന്ന് ശരീരം വൃത്തിയാക്കാറുണ്ട്, അതായത് കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഇന്നെല്ലാവരും രോഗങ്ങളുമായി മല്ലിടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിലെ മാലിന്യം വൃത്തിയാക്കണമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 5 എളുപ്പവഴികൾ പറഞ്ഞുതരും. ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വയറിനെ ശുദ്ധീകരിക്കാനും ശരീരത്തെ ഉള്ളിൽ നിന്ന് ആരോഗ്യകരമാക്കാനും കഴിയും. അപ്പോൾ ശരീരത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ആ വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കഥ ആരംഭിക്കുന്നു. വളരെക്കാലം മുമ്പ് അമിത് എന്നു പേരുള്ള ഏകദേശം 20 വയസ്സുള്ള ഒരു യുവാവ് ആയുർവേദത്തിൽ വലിയ അറിവുള്ള ഒരു ഗുരുവിന്റെ അടുക്കൽ ചെന്നു. ആ യുവാവ് ഗുരുവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, ഗുരുദേവ, അങ്ങയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പക്കൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. ദയവായി എന്റെ അസുഖത്തിനു വേണ്ട ചികിത്സയും പറഞ്ഞുതരണം. ഗുരു ആ യുവാവിനോട് ചോദിച്ചു, മോനെ, നിന്റെ അസുഖമെന്താണ്? യുവാവ് പറഞ്ഞു, ഗുരുവേ, എനിക്കെപ്പോഴും ക്ഷീണവും രോഗാവസ്ഥയുമാണ്. എനിക്കൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ദയവായി ഞാനൊരിക്കലും രോഗിയാകാത്തതും എപ്പോഴും ഊർജ്ജസ്വലനായി ഇരിക്കുന്നതുമായ ചില എളുപ്പവഴികൾ പറഞ്ഞുതരണം. യുവാവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടശേഷം ഗുരു പറഞ്ഞു, മോനെ, നിന്റെ എല്ലാ രോഗങ്ങൾക്കും കാരണം നിന്റെ വയറ്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ്. നോക്കൂ മോനെ, നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീങ്ങുന്നില്ലെങ്കിൽ നീ എത്ര ഔഷധങ്ങൾ കഴിച്ചാലും എത്ര നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചാലും അതിന്റെ പ്രയോജനം നിനക്കൊരിക്കലും ലഭിക്കില്ല. എന്നാൽ നിന്റെ ശരീരത്തിലെ മാലിന്യം നീങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ദഹനവ്യവസ്ഥ വളരെ വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ശരീരത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തി അനുഭവപ്പെടും. അതോടൊപ്പം നിന്റെ മുഖം തിളങ്ങും. ഭാരം കൂട്ടാനും കുറയ്ക്കാനും എളുപ്പമാകും. മുഖത്തെ കുരുക്കളും പാടുകളും എല്ലാം ശരിയാകും. കൂടാതെ പല രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വേരോടെ ഇല്ലാതാകും. തുടർന്ന് ഗുരു യുവാവിനോട് പറഞ്ഞു, മോനെ, നിന്റെ രോഗങ്ങളുടെ കാരണം നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യമാണ്. നീ അത് വൃത്തിയാക്കുമ്പോൾ നീ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമാകും. അതുകൊണ്ട് നീ നിന്റെ ശരീരത്തിലെ മാലിന്യം വൃത്തിയാക്കണം. അതിനായി ഇന്ന് ഞാൻ നിനക്ക് 5 എളുപ്പവഴികൾ പറഞ്ഞുതരാം. അവയുപയോഗിച്ച് നിനക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ നിന്റെ ശരീരത്തിലെ മാലിന്യം പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. പിന്നീട് നിനക്ക് ജീവിതത്തിൽ ഒരു രോഗവും വരില്ല. ശരീരത്തിൽ മാലിന്യം എങ്ങനെ അടിഞ്ഞുകൂടുന്നു? ഗുരു വീണ്ടും യുവാവിനോട് പറഞ്ഞു, മോനെ, അതിനുവേണ്ടി നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ മാലിന്യം എങ്ങനെ അടിഞ്ഞുകൂടുന്നു എന്നതാണ്. നോക്കൂ, നമ്മൾ കഴിക്കുന്നതെന്തും നമ്മുടെ അന്നനാളത്തിലൂടെ വയറ്റിലെത്തുന്നു. അവിടെ ഭക്ഷണം വിഘടിച്ച ശേഷം അത് ചെറുകുടലിൽ അടിഞ്ഞുകൂടുന്നു. പിന്നീട് അത് മലത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഈ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് നമ്മുടെ കുടലുകളിലാണ്. നമ്മുടെ കുടലുകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ വിരലുകൾ പോലെ തോന്നിക്കുന്ന ചെറിയ മുഴകൾ കാണാം. അവ ഒരു ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ മുഴകൾക്കുള്ളിൽ ഞരമ്പുകളുണ്ട്. അവ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഞരമ്പുകളിലൂടെയാണ് ഭക്ഷണത്തിലുള്ള പോഷകഘടകങ്ങളെ വലിച്ചെടുത്ത് രക്തത്തിലേക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റായ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ കുടലുകളിൽ ഒട്ടിപ്പിടിക്കുകയും ക്രമേണ ഭിത്തിയിൽ ഒരു കട്ടിയുള്ള പാടയായി അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇതുകാരണം നമ്മുടെ കുടലുകൾ ഭക്ഷണത്തിലെ പോഷകങ്ങൾ വലിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം മാലിന്യവും നമ്മുടെ രക്തത്തിൽ കലരുന്നു. തുടർന്ന് ഈ മാലിന്യം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. ഈ മാലിന്യം രക്തത്തിലൂടെ കരളിലെത്തുമ്പോൾ ഫാറ്റി ലിവർ പോലുള്ള ഗുരുതരമായ രോഗങ്ങളുണ്ടാകുന്നു. വൃക്കകളിലെത്തുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു. ശ്വാസകോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോൾ ആസ്മയുണ്ടാകുന്നു. രക്തത്തിലൂടെ ഹൃദയത്തിലെത്തുമ്പോൾ കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. ഈ മാലിന്യം നമ്മുടെ ഞരമ്പുകളിൽ തടസ്സമുണ്ടാകുന്നു. നമ്മുടെ ചർമ്മത്തിലെത്തുമ്പോൾ പാടുകൾ, ചൊറിച്ചിൽ, കുരുക്കൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ടാകുന്നു. മാത്രമല്ല, ഈ വൃത്തികെട്ട രക്തം നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഹോർമോൺ സന്തുലിതാവസ്ഥയും താളം തെറ്റുകയും ക്യാൻസർ, ക്ഷയം പോലുള്ള മാരകമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. മോനെ, നീ ഇത്രമാത്രം മനസ്സിലാക്കുക, ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾക്കും കാരണം നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യമാണ്. ഇനി ഞാൻ നിനക്ക് 5 എളുപ്പവഴികൾ പറഞ്ഞുതരാം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താലും നിന്റെ ശരീരം മുഴുവൻ ഡീടോക്സ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഇത് നിനക്ക് ആരോഗ്യവാനായിരിക്കാൻ വളരെ സഹായകമാകും. 1. രാവിലെ ചെറുചൂടുള്ള നാരങ്ങാവെള്ളവും സൂര്യപ്രകാശവും. ഗുരു യുവാവിന് ആദ്യത്തെ വഴി പറഞ്ഞുകൊടുത്തു. നീ രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകണം. അതിനുശേഷം ഒരു ഗ്ലാസ് ചെറുചൂടുള്ള വെള്ളമെടുത്ത് അതിൽ അരമുറി നാരങ്ങ പിഴിഞ്ഞു ചേർക്കുക. എന്നിട്ട് ആ നാരങ്ങാവെള്ളം ഇറക്കി കുടിക്കുക. നാരങ്ങയിൽ വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ സി നിന്റെ കോശങ്ങളെ നന്നാക്കുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിന്റെ ചർമ്മത്തെയും എല്ലുകളെയും ആരോഗ്യകരമായി നിലനിർത്തുന്നു.
മുറിവുണ്ടെങ്കിൽ അത് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു. നീ ഈ നാരങ്ങാവെള്ളം കുടിക്കുമ്പോൾ നിന്റെ ശരീരം ഹൈഡ്രേറ്റ് ആകുന്നു. ഈ വെള്ളം നിന്റെ കുടലുകളിൽ ഒട്ടിപ്പിടിച്ച വിഷവസ്തുക്കളെ, ടോക്സിനുകളെ ശുദ്ധീകരിക്കുന്നു. രാവിലെ വിറ്റാമിൻ സി നിന്റെ രക്തത്തിലെത്തുമ്പോൾ നിന്റെ കോശങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യം പുറത്തേക്ക് പോവുകയും കോശങ്ങൾക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. നാരങ്ങാവെള്ളം കുടിച്ച ശേഷം നീ ചെയ്യേണ്ടത് ഇതാണ്: 15 മുതൽ 20 മിനിറ്റ് വരെ സൂര്യരശ്മി ഏൽക്കുന്നിടത്തിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ വിറ്റാമിൻ ഡി ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം വിറ്റാമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ എല്ലാത്തരം ബാക്ടീരിയകളും രോഗാണുക്കളും നശിക്കുന്നു. അതുകൊണ്ട് നാരങ്ങാവെള്ളം കുടിച്ച ശേഷം 15 മിനിറ്റ് വെയിലത്തിരിക്കുന്നത് ഉറപ്പാക്കുക. 2. ഓയിൽ പുള്ളിംഗ്, എണ്ണ വായിൽ കൊള്ളുക. രണ്ടാമത്തെ വഴി ഗുരു പറഞ്ഞു: മോനെ, നീ 1 സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിലോ എടുക്കണം. ആ 1 സ്പൂൺ എണ്ണ വായിലൊഴിക്കുക. അതിനുശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ വായിൽ എല്ലായിടത്തും കറക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ എണ്ണ നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളെയും അതിലേക്ക് ആകർഷിക്കുന്നു. നമ്മുടെ നാവ്, നമ്മുടെ വൃക്കകൾ, ഹൃദയം, ശ്വാസകോശം, ചെറുകുടൽ, നട്ടെല്ല് ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുവഴി ഈ അവയവങ്ങളിലെ എല്ലാ മാലിന്യങ്ങളും എണ്ണയിൽ ഒട്ടിപ്പിടിക്കുന്നു. 5 മുതൽ 10 മിനിറ്റ് വരെ വായിൽ എണ്ണ കറക്കിയ ശേഷം നീ ചെയ്യേണ്ടത് ഈ എണ്ണ വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പിക്കളയുകയും വായ കഴുകുകയും ചെയ്യുക എന്നതാണ്. 3. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്? മൂന്നാമത്തെ നിയമം ഗുരു യുവാവിനോട് പറഞ്ഞു: നീ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്നതിൽ ശ്രദ്ധിക്കണം. ഒന്നാമതായി, നിന്റെ ശരീരം ശുദ്ധീകരിക്കുന്നതുവരെ കുറച്ചു ദിവസത്തേക്ക് എണ്ണയിലുണ്ടാക്കിയ കച്ചോരി, സമോസ, ചൌമീൻ, ബർഗർ പോലുള്ള പലഹാരങ്ങൾ, അതുപോലെ പാക്കറ്റിൽ ലഭിക്കുന്ന ബിസ്ക്കറ്റ്, ചിപ്സ്, കോള, പഞ്ചസാര ചേർത്ത എല്ലാതരം സാധനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഈ സാധനങ്ങൾ നിന്റെ കുടലുകളിൽ മാലിന്യമായി അടിഞ്ഞുകൂടുന്നു. മോനെ, എന്ത് കഴിക്കരുതെന്ന് നിനക്കറിയാമല്ലോ. ഇനി എന്ത് കഴിക്കണമെന്ന് മനസ്സിലാക്കുക. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ വീട്ടിലെ ഭക്ഷണത്തിൽ നീ സാധാരണ കഴിക്കുന്ന ധാന്യങ്ങളിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചക്കറിയാണ്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ പച്ചക്കറികളുടെ അളവ് കൂട്ടുക. മുമ്പ് 1/2 കപ്പ് പച്ചക്കറി കഴിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ 1 കപ്പ് പച്ചക്കറിയോടൊപ്പം ഭക്ഷണം കഴിക്കുക. കാരണം പച്ചക്കറികളിൽ ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നിന്റെ കുടലുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മലത്തോടൊപ്പം പുറത്തേക്ക് കളയാൻ കഴിയുന്ന ഒരേയൊരു ഘടകം ഈ ഫൈബറാണ്. ഫൈബർ നിന്റെ ഭക്ഷണം കുടലുകളിലൂടെ നല്ല രീതിയിൽ പുറന്തള്ളാൻ സഹായിക്കുന്നു. അതുവഴി വിഷവസ്തുക്കൾ കുടലുകളിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അതുകൊണ്ട് ഭക്ഷണത്തിൽ കൂടുതൽ ഫൈബർ ഉൾപ്പെടുത്തുക. പച്ച ഇലക്കറികൾ കഴിക്കാൻ തുടങ്ങുക. പഴങ്ങൾ കഴിക്കുക. ആപ്പിൾ, നാളികേരം, മാതളനാരങ്ങ എന്നിവയിൽ നിന്ന് നിനക്ക് നല്ല ഫൈബർ ലഭിക്കും. അതോടൊപ്പം ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ ഫൈബറും വിറ്റാമിൻ സിയും ലഭിക്കും. ഇവയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. 4. ഭക്ഷണസമയത്തിൽ മാറ്റം വരുത്തുക. നാലാമത്തെ നിയമം ഗുരു പറഞ്ഞു: മോനെ, നിന്റെ ഭക്ഷണസമയത്തിൽ അല്പം മാറ്റം വരുത്തണം. അതായത് നീ രാത്രിയിലെ ഭക്ഷണം കുറച്ചു നേരത്തെ കഴിക്കുകയും രാവിലെ ഭക്ഷണം കുറച്ച് വൈകി കഴിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അനുകൂലന ശേഷിയുള്ളതാണ്. നീ നിന്റെ ശരീരത്തെ ഏതവസ്ഥയിൽ വെച്ചാലും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അത് സ്വയം ആ അവസ്ഥയിലേക്ക് മാറിക്കൊള്ളും. അതോടൊപ്പം നമ്മുടെ ശരീരം സ്വയം ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. എന്നാൽ നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് സ്വയം ശുദ്ധീകരിക്കാൻ അവസരം ലഭിക്കുന്നില്ല. നോക്കൂ, നമ്മുടെ ശരീരത്തിൽ മുറിവുണങ്ങുന്ന പ്രക്രിയകൾ, റിക്കവറി പ്രോസസ് അല്ലെങ്കിൽ ശുചീകരണ പ്രക്രിയകളെല്ലാം നടക്കുന്നത് നമ്മൾ ഗാഢമായ ഉറക്കത്തിലായിരിക്കുമ്പോഴാണ്. എന്നാൽ നീ രാത്രി ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങുമ്പോൾ നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ തിരക്കിലായിരിക്കും. അതുകൊണ്ട് അവയ്ക്ക് സ്വയം ശുദ്ധീകരിക്കാൻ അവസരം ലഭിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നിനക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടാത്തതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുന്നതും. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് രാത്രി 6 മുതൽ 7 മണിക്കിടയിൽ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ചെയ്താൽ നീ ഉറങ്ങുന്നതിനു മുമ്പ് നിന്റെ ഭക്ഷണം പൂർണ്ണമായും ദഹിക്കും. രാത്രി ഉറങ്ങുമ്പോൾ നിന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് സ്വയം നന്നായി ഡീടോക്സ് ചെയ്യാൻ കഴിയും. കൂടാതെ നീ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു 10 മിനിറ്റിന് ശേഷം നഖത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചവച്ചരച്ച് കഴിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതെന്തെന്നാൽ, ഒന്നാമതായി ഇത് നിന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളെയും ഭക്ഷണത്തോടൊപ്പം പുറത്തേക്ക് വലിച്ചെറിയുന്നു. രണ്ടാമതായി ഇത് നിന്റെ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാൻ സഹായിക്കുന്നു. അതുവഴി ഭക്ഷണം ദഹിക്കാതെ വയറ്റിനകത്ത് കിടന്ന് കേടാകുന്നില്ല. 5. വ്യായാമവും ഉപവാസവും. 5ാമത്തെ നിയമം ഗുരു യുവാവിനോട് പറഞ്ഞു: ദിവസത്തിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വ്യായാമം, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ സമയം കണ്ടെത്തുക. നിനക്ക് കളിക്കാം, ഓടാം, വ്യായാമം ചെയ്യാം, എന്തുമാകാം. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യണം. കാരണം നീ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വ്യായാമം ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പുറത്തുവരുന്നു. വിയർപ്പിനൊപ്പം നിന്റെ ശരീരത്തിലെ മാലിന്യങ്ങളും പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ദിവസത്തിലൊരിക്കൽ നന്നായി വിയർത്താൽ നിന്റെ ശരീരത്തിലെ ടോക്സിനുകൾ പുറത്തേക്ക് പോകും. ഈ സമയത്ത് നീ ധാരാളം വെള്ളം കുടിക്കുക. അതുവഴി നിന്റെ ശരീരത്തിന് നന്നായി വിയർക്കാൻ കഴിയും. വ്യായാമം ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമായി വരുന്നു.
അതിനാൽ നിനക്ക് കൂടുതൽ വിശപ്പ് അനുഭവപ്പെടും. അതോടൊപ്പം ഇത് നിന്റെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. കൂടുതൽ വ്യായാമം ചെയ്യുന്നവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ നില വർദ്ധിക്കുന്നു. അതിനാൽ അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നു. വ്യായാമം ചെയ്യുന്നത് നിന്റെ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് മാത്രമല്ല, നിനക്ക് ധാരാളം ഗുണങ്ങൾ നൽകുന്നു. അതിനാൽ ദിവസത്തിൽ കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വരെ നിന്റെ ശരീരത്തിന് വ്യായാമം നൽകുക. കൂടാതെ നീ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഉപവാസം, ഫാസ്റ്റിംഗ്. നീ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല. ഇത് സംഭവിക്കുമ്പോൾ നിന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് സ്വയം ശുദ്ധീകരിക്കാൻ ധാരാളം സമയം ലഭിക്കുന്നു. അതുവഴി അവയ്ക്ക് നന്നായി ശുദ്ധീകരിക്കാൻ കഴിയും. അതുകൊണ്ട് നിനക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഉപവാസം അനുഷ്ഠിക്കുക. നീ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുകയാണെങ്കിൽ നിന്റെ ശരീരം സ്വയം വൃത്തിയാക്കിക്കൊള്ളും. നിന്റെ കുടലുകളിലേക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം പോകുമ്പോൾ അതിനു മുകളിൽ ഒരു പാടയുണ്ടാകുന്നു. അങ്ങനെ അതിന് സ്വയം ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല, അതിന് അവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നീ നിന്റെ ശരീരത്തിന് ഒരു ദിവസത്തേക്ക് അവധി നൽകുകയാണെങ്കിൽ അത് സ്വയം ശുദ്ധീകരിക്കും. അതുകൊണ്ട് നീ നിന്റെ വയറിനും കുടലുകൾക്കും ഒരു ദിവസത്തെ അവധി നൽകുകയാണെങ്കിൽ അത് സ്വയം വൃത്തിയാക്കിക്കൊള്ളും. ഈ സമയത്ത് നിന്റെ കുടലുകൾ എല്ലാ വിഷവസ്തുക്കളെയും രക്തത്തിൽ കലർത്തുന്നു. തുടർന്ന് ആ വിഷവസ്തുക്കൾ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പുറത്തുവരുന്നു. നീ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ ഭക്ഷണം നന്നായി ദഹിക്കുകയും നിനക്ക് കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ 5 നിയമങ്ങൾ പറഞ്ഞു തീർത്ത ശേഷം ഗുരു ശാന്തനായി. ആ യുവാവ് ഗുരുവിനെ വണങ്ങി നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. സുഹൃത്തുക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വഴികളും നിയമങ്ങളും സ്വീകരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യം നീക്കി നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യകരവും രോഗരഹിതവുമാക്കാൻ കഴിയും. അതിനാൽ ഈ നിയമങ്ങൾ ഉടൻ തന്നെ പിന്തുടരാൻ തുടങ്ങുക. ഈ വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 വഴികളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത്? കമന്റ് ചെയ്ത് അറിയിക്കുക.